സ്വപ്ന ജോലിക്കായി ഡൗൺലോഡ് ചെയ്യൂ CC ലേണിംഗ് ആപ്പ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്ക്. ഞാൻ അശ്വതി ജോഷി. നമ്മുടെ സെറ്റിന് നോട്ടിഫിക്കേഷൻ വന്നു. പക്ഷേ ഇപ്പോഴും പല കുട്ടികൾക്കും ഗവൺമെന്റ് ഓർഡറിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക. എന്നിരുന്നാൽ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാൻ പറ്റുള്ളൂ. പുതിയ കുട്ടികളായാലും ശരി, ഇയർ ഗ്യാപ്പ് വന്നവരായാലും ശരി, സിലബസും പ്രോസ്പെക്ടസും ഡൗൺലോഡ് ചെയ്ത് എടുത്തിരിക്കണം. വ്യക്തമായ ധാരണ വേണം എന്താണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് നോക്കാം. എന്താണ് ഗവൺമെന്റ് ഓർഡറിൽ? ഇതാണ് നിങ്ങളുടെ പ്രോസ്പെക്ടസ് കേട്ടോ. കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ പറഞ്ഞ സംസ്ഥാന യോഗ്യതാ നിർണയ പരീക്ഷ സെറ്റ് ജൂലൈ 2026 സർക്കാർ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. തീയതി ഏത് തീയതി പ്രകാരം അംഗീകരിച്ചതാണ്? 17/4/2020 പ്രകാരം അംഗീകരിച്ചതാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹയർ സെക്കൻഡറി കോഴ്സിന്റെ ഉയർന്ന അധ്യാപന നിലവാരം നിലനിർത്തുന്നതിന് വേണ്ടി ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ നോൺ വൊക്കേഷണൽ അധ്യാപകരായി തിരഞ്ഞെടുക്കപ്പെടേണ്ടവർക്കായി സർക്കാർ ഒരു സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷ നടത്താൻ തീരുമാനിച്ചു അല്ലെ. അപ്പൊ അതാണ് അതിന്റെ റൂൾസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പരീക്ഷാ രീതി കൊടുത്തിട്ടുണ്ട്. പരീക്ഷാ രീതിയിൽ സെറ്റ് ജൂലൈ 2026 പരീക്ഷയ്ക്ക് 2 പേപ്പറുകൾ ഉണ്ടായിരിക്കും. അപ്പൊ പുതുതായിട്ട് സെറ്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡൗട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇയർ ഗ്യാപ്പ് ഉള്ളവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടാകും. അപ്പൊ പരീക്ഷയ്ക്ക് 2 പേപ്പറുകളാണുള്ളത്. പേപ്പർ 1 എല്ലാവർക്കും പൊതുവായിട്ടാണ്, നിങ്ങൾക്കറിയാം, ജനറൽ പേപ്പർ ആണ് ഉള്ളത്, പൊതുവിജ്ഞാനം. ബി ആണെങ്കിൽ അധ്യാപന അഭിരുചി, എന്താണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി അവിടെ വരും കേട്ടോ. പേപ്പർ 2 ബിരുദാനന്തര ബിരുദത്തിൽ പഠിച്ച വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും. അതായത് PG ബേസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ പേപ്പർ 2 ചോദിക്കുകയുള്ളൂ. അപ്പൊ സെറ്റ് പരീക്ഷയുടെ വിഷയങ്ങൾ അത് നമ്മുടെ പ്രോസ്പെക്ടസിന്റെ ആദ്യ പേജിൽ പട്ടികയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഏകദേശം 31 വിഷയങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്നുള്ളത് നോക്കുക. അപ്പൊ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിരിക്കണം കേട്ടോ. അതുപോലെ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്നുള്ള അംഗീകാരവും തുല്യതയും തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണം എന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. പേജ് 1 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇനി പരീക്ഷാ ദൈർഘ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 120 മിനിറ്റ് ആണ് ദൈർഘ്യം കേട്ടോ. അപ്പൊ പേപ്പർ 1 ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ പാർട്ട് എയ്ക്കും പാർട്ട് ബിക്കും 60 ചോദ്യങ്ങൾ വീതം, അതായത് ആകെ 120 ചോദ്യങ്ങൾ. അപ്പൊ നമ്മൾ പറഞ്ഞു GK പാർട്ടിൽ തന്നെ 2ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിലാണ് GK ബേസിലുള്ളത് ചോദിക്കുക. പാർട്ട് ബിയിൽ എന്താണ് ചോദിക്കുക? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോളജി, ഇവാലുവേഷൻ, ആ ഒരു പോർഷനാണ് അവിടെ ചോദിക്കുക. അത് 60 മാർക്കിന് ആയിരിക്കും. അപ്പൊ പാർട്ട് 1 എ പാർട്ടില് 10th ലെവൽ മുതലുള്ള ആ ഒരു ബേസിലുള്ള ചോദ്യങ്ങൾ മുതൽ നമ്മളോട് ചോദിക്കും. അവിടെ കറണ്ട് അഫയേഴ്സും ഒക്കെ ഉൾപ്പെടും. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സിലബസ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇനി ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നോക്കൂ, പേപ്പർ 2 കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് ഒഴികെയുള്ള വിഷയങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 1 മാർക്ക് എന്ന രീതിയിൽ 120 ചോദ്യങ്ങൾ. അപ്പൊ കണക്കിനും സ്റ്റാറ്റിസ്റ്റിക്സിനും എങ്ങനെയാണ്? 1.5 ആണ്. മാത്സിനും സ്റ്റാറ്റിക്കും എത്രയാണ്? 1.5 ആണ് ഓരോ ക്വസ്റ്റ്യനും. അപ്പൊ 120 ക്വസ്റ്റ്യൻ കാണോ? ഇല്ല, 80 ക്വസ്റ്റ്യൻസേ അവിടെ കാണുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒരു ചോദ്യത്തിന് 1 പ്രതികരണം, 1 റെസ്പോൺസ് മാത്രമേ പാടുള്ളൂ കേട്ടോ. അപ്പൊ ABCD 4 ഓപ്ഷൻസ് ആയിരിക്കും അവിടെ കൊടുത്തിരിക്കുക കേട്ടോ. കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. അതിന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് OMR ഷീറ്റ് അടയാളപ്പെടുത്താൻ. അവിടെ ഒരു OMR ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പേജിലാ? 10, 11 പേജുകൾ എടുത്തു നോക്കണം കേട്ടോ. അപ്പൊ ഈ ഗവൺമെന്റ് ഓർഡർ കൊടുത്തിരിക്കുന്നത് 16ാമത്തെ പേജിലാണ്. ഇനി സെറ്റ് വിജയിക്കാൻ ആവശ്യമായ നിബന്ധനകൾ, നിങ്ങളുടെ ഏത് കാറ്റഗറി ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ജനറൽ കാറ്റഗറി ആണെങ്കിൽ പേപ്പർ 1 40% ആണ് പാസ്സാകാനാണ് കേട്ടോ. ഇനി പേപ്പർ 2 40%.
പക്ഷേ നിങ്ങൾ ഇവിടെ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 48% വേണം. 40% മതിയോ? പോരാ, അത് പാസ്സാകാൻ മാത്രമുള്ള മാർക്കാണ്. അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ 48% നിങ്ങൾ വാങ്ങിയിരിക്കണം. നോക്കൂ, OBC ആണെങ്കിൽ 35 അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ 45 ആണ് വേണ്ടത്. ഇനി അതുപോലെ ഡിഫറെന്റ്ലി ഏബിൾഡ് SC/ST കാരുണ്ട്, അവർക്ക് എത്ര വേണം? അവിടെയും 35 തന്നെയാണ്. പക്ഷേ അഗ്രിഗേറ്റ് ക്ലിയർ ചെയ്യാൻ 40% ആണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നോക്കൂ, ഇവിടെ OBC SC/ST വിഭാഗത്തിൽ പെടുന്നവർക്ക് മാർക്ക് ഇളവ് ലഭിക്കുന്നതിന് കേരള സർക്കാരിന്റെ റവന്യൂ അധികാരികളിൽ നിന്നും ലഭിക്കുന്ന നോൺ ക്രിമിലിയർ, ജാതി, വിഭാഗം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. വിജയ ശതമാനം ഇനി നമുക്ക് പറയാം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് കേട്ടോ. അപ്പൊ ഈ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ശ്രദ്ധിച്ചോണേ കേട്ടോ. 1 വർഷമാണ് കാലാവധി, അത് മറക്കരുത് കേട്ടോ. പേപ്പർ 1ന്റെ മാർക്ക് പ്ലസ് പേപ്പർ 2ന്റെ മാർക്ക് ഡിവൈഡഡ് ബൈ ആകെ മാർക്ക് പേപ്പർ 1 പ്ലസ് പേപ്പർ 2 ഇൻറ്റു 100. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, നമ്മുടെ എക്സാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടു, ക്യാൻസൽ ചെയ്തു എങ്കിൽ ആ മാർക്ക് കുറച്ചിട്ടായിരിക്കും ഇവിടെ ആകെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മാർക്കിൽ ഒരു വ്യത്യാസം വരും, കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് വ്യത്യാസം വരും കേട്ടോ. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട പ്രത്യേക പോയിന്റ്, 0.2 അക്കം വരെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 2 അക്കം, 2 സംഖ്യകൾ റൗണ്ട് ചെയ്താണ് ആകെ ശതമാനം മാർക്ക് കണക്കാക്കുക. ഓരോ പേപ്പറിനും പ്രത്യേകമായി വിജയ ശതമാനം കണക്കാക്കുമ്പോൾ ദശാംശത്തിന് ശേഷമുള്ള അക്കങ്ങൾ റൗണ്ട് ചെയ്യുന്നതല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ പല കുട്ടികളും അങ്ങനെ റൗണ്ട് ചെയ്ത് കൂട്ടി വെച്ചിരുന്നു, അവസാനം റിസൾട്ട് വന്നപ്പോൾ ഫെയിൽ ആയതായിട്ടും കണ്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഗ്രിഗേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പോയിന്റിന് ശേഷം 2 സംഖ്യകൾ റൗണ്ട് ചെയ്യുന്നത്. പെർസെൻറ്റേജ്, പാസ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ അത് നോക്കില്ല, അഗ്രിഗേറ്റിന് മാത്രം കേട്ടോ. അതവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി സിലബസ്, സെറ്റ് പരീക്ഷയുടെ സിലബസ് കേട്ടോ. സെറ്റ് പരീക്ഷയുടെ സിലബസ് കേരളത്തിലെ സർവകലാശാലകളിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് അംഗീകരിച്ചിട്ടുള്ള അതാത് വിഷയങ്ങളെ ആധാരമാക്കിയുള്ളതാണ്. അത് നിങ്ങൾക്കറിയാം. ഇനി യോഗ്യതയ്ക്കുള്ള നിബന്ധനകൾ, ഇത് പല കുട്ടികൾക്കും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദത്തിൽ 50% മാർക്ക് വേണമെന്ന് നിങ്ങൾക്കറിയാം. കുറയാത്ത മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ്. കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ BEdും ഉണ്ടെങ്കിൽ ജൂലൈ 2026 സെറ്റിന് അപേക്ഷിക്കാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. അന്യ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിൽ നിന്ന് മേൽപ്പറഞ്ഞ യോഗ്യത നേടിയവർ പ്രസ്തുത യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ച തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആണെങ്കിൽ. അപ്പോൾ ഇതിന്മേൽ വരുന്ന വ്യത്യാസങ്ങൾ ഇതിന് താഴെയുള്ള ഖണ്ഡികകളിൽ, അതായത് പാരഗ്രാഫ്സിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്കൂ, NCERT അംഗീകരിച്ച റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡ് നേടി MSc MD വിജയിച്ചവർക്കും അപേക്ഷിക്കാൻ സാധിക്കും. ഇനി മേൽപ്പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് ലൈഫ് സയൻസിൽ MSc MD ബിരുദമുള്ളവർക്ക്, അതായത് 50% കുറയാതെ മാർക്ക് അല്ലെങ്കിൽ തത്തുല്യമായ ഗ്രേഡ്, അപ്പോൾ ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങൾക്ക് അവർക്ക് അപേക്ഷിക്കാം. ലൈഫ് സയൻസിലാണ് PG എടുത്തിട്ടുള്ളതെങ്കിൽ. അടുത്ത പോയിന്റ് നോക്കൂ, ആന്ത്രോപോളജി, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിക് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് സെറ്റ് പരീക്ഷ എഴുതുന്നതിൽ എന്ത് നിർബന്ധമല്ല, BEd നിർബന്ധമല്ല. അപ്പൊ ഈ സബ്ജക്റ്റുകാര് ശ്രദ്ധിക്കുക. ഇനി എനിക്ക് BEd ഉണ്ടെങ്കിലേ സെറ്റ് എഴുതാൻ പറ്റൂ എന്നുള്ള കാഴ്ചപ്പാടിൽ ഇരിക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. BEd ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം, സെറ്റ് എക്സാമിന് അപേക്ഷിക്കാം. ഇനി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ 50% അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡിൽ കുറയാതെ നേടിയ PG എടുത്തവരുണ്ട്. അവർക്ക് BEd ഉള്ളവർക്ക് എന്തിൽ അപേക്ഷിക്കാം, ഇംഗ്ലീഷിൽ അപേക്ഷിക്കാം
കേട്ടോ. നിങ്ങളുടെ സബ്ജക്റ്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഇനി പല കുട്ടികളും ചോദിക്കാറുണ്ട്, മിസ്സേ ഞാൻ TTC പാസ്സായതാണ്, എനിക്ക് സെറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുമോ? അത് ആർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഹിന്ദി, അറബി, ഉറുദു എന്നീ ഭാഷകളിൽ DLED TTC പരീക്ഷ പാസ്സായിട്ടുള്ളവർക്ക് B.Ed ബിരുദം ഇല്ലെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി സെറ്റ് ജൂലൈ 2026 അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. ഇനി ബയോടെക്നോളജി വിഷയത്തിലാണെങ്കിലോ 50% മാർക്ക് അല്ലെങ്കിൽ തത്തുല്യ ഗ്രേഡിൽ കുറയാതെ ബിരുദാനന്തര ബിരുദവും നാച്ചുറൽ സയൻസിൽ B.Ed. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ബോട്ടണിക്കും സുവോളജിക്കും മാത്രമാണ് നാച്ചുറൽ സയൻസ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ നാച്ചുറൽ സയൻസിൽ നിങ്ങൾ B.Ed നേടിയിട്ടുണ്ടോ? ബയോടെക്നോളജിയിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? സെറ്റിന് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ. മറ്റൊരു പോയിന്റ് ശ്രദ്ധിക്കൂ. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ B.Ed ബിരുദം കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബിരുദം നേടിയവരെ തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത, ഇതാണ് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം. കേരളത്തിലെ സർവകലാശാലകൾ അംഗീകരിക്കാത്ത കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാലകളിൽ നിന്നോ യോഗ്യത നേടിയവർ സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ അർഹരല്ല. അംഗീകാരമുള്ള കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ ഓപ്പൺ സർവകലാശാല വഴിയോ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സർവകലാശാലകളിൽ നിന്നോ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നിന്നും ആ ബിരുദങ്ങൾ അംഗീകരിച്ചു കൊണ്ടുള്ള തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം കേട്ടോ. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, പേജ് 1 സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കുക. അവിടെ പറഞ്ഞിട്ടില്ലാത്ത വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുള്ളവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് എന്ത് ഹാജരാക്കണം? തുല്യതാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അവസാന വർഷ B.Ed കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ, അവരോടാണ് കേട്ടോ. ബിരുദാനന്തര ബിരുദമുള്ള നിശ്ചിത മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡോട് കൂടിയ ബിരുദമുള്ളവർക്കാണ് കേട്ടോ. വിദ്യാർത്ഥികൾക്കും ബിരുദാനന്തര ബിരുദ കോഴ്സിന്റെ അവസാന വർഷ വിദ്യാർത്ഥികൾക്കും, അതായത് അവരെന്ത് പാസ്സായിരിക്കണം? B.Ed പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവരൊരു പക്ഷേ എന്ത് പാസ്സായിരിക്കും? B.Ed പാസ്സായിരിക്കും. ഇനി PG പാസ്സായിട്ടുള്ള B.Ed അവസാന വർഷ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർക്കും എന്ത് ചെയ്യാം? സെറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്രകാരം സെറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള ഒരു സത്യവാങ്മൂലം നൽകേണ്ടതാണ്. അതവർ PG അല്ലെങ്കിൽ B.Ed പഠിച്ചിരുന്ന സ്ഥാപനത്തിലെ മേലധികാരി പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കേട്ടോ. അത് ഇതിന്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അത് വിദ്യാർത്ഥികൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിരുദാനന്തര ബിരുദ അല്ലെങ്കിൽ B.Ed പരീക്ഷ നിശ്ചിത മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡോടുകൂടി സെറ്റ് പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് 1 വർഷത്തിനുള്ളിൽ പാസ്സായിരിക്കണം. അത്രേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു ഡിക്ലറേഷൻ ഫോം കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി SC/ST ഭിന്നശേഷി വിഭാഗത്തിൽ മാർക്ക് ഇളവുണ്ട്. SC/ST ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന പരീക്ഷാർത്ഥികൾക്ക് സെറ്റ് എഴുതുവാൻ വേണ്ട കുറഞ്ഞ മാർക്കിൽ 5% മാർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് ബിരുദാനന്തര ബിരുദത്തിൽ 2ാം ക്ലാസ് എന്ന നിബന്ധന ഇല്ല. അതായത് നമ്മൾ 50% മാർക്ക് എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ 50% മാർക്ക് അവർക്ക് വേണ്ട. ഇനി പ്രായപരിധി, നിങ്ങൾക്കറിയാം സെറ്റ് പരീക്ഷയ്ക്ക് പ്രായപരിധി ഇല്ല എന്നുള്ളത് കേട്ടോ. ഇതിനെ അപേക്ഷിക്കേണ്ട ഡേറ്റ് ഒക്കെ നമ്മുടെ പ്രോസ്പെക്ടസിലും ഉണ്ട്, അതുപോലെ LBSന്റെ സൈറ്റിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, അപേക്ഷിക്കുകയും വേണം. അപേക്ഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കുകയും വേണം. സിലബസ് വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ്, നിങ്ങൾക്കറിയാം. അത് വലിച്ചു വാരി പഠിക്കാൻ ശ്രമിക്കരുത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടി മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ PYQ വളരെ പ്രധാനമാണ്. 2016 മുതൽ ഈ 26 വരെ 10 വർഷത്തെ PYQ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. കാരണം അതിന്റെ ഡിഫിക്കൽട്ടി ലെവലിന്റെ അടിസ്ഥാനം വളരെ വ്യത്യാസമാണ്.
നമുക്കറിയാം ഈ കഴിഞ്ഞ എക്സാമിന് നെറ്റിന്റെ ലെവലിൽ വരെ ക്വസ്റ്റ്യൻസ് പോയിരുന്നു. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഇത്തവണത്തെ സെറ്റ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ CCയിൽ ഇവിടെ 90 ഡേയ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 120 ഡേയ്സിന്റെ ക്ലാസ്സുകൾ റണ്ണിങ് ആണ്. വളരെ മിടുക്കരായിട്ട് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം 5 ലൈവ് സെഷൻസ് ആണ് നമ്മൾ വീക്കിലി കൊടുക്കുന്നത്. അതിൽ നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെൻറ്റർഷിപ്പ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് കൃത്യമായ മോക്ക് ടെസ്റ്റുകൾ എഴുതാം, വീക്കിലെ ആക്ടിവിറ്റീസ് അതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് പഠിക്കാം, വർക്കൗട്ടുകൾ ഉണ്ടാകും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മുടെ CCയോടൊപ്പം ജോയിൻ ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ. 9746455514 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അതിനൊരു തെളിവാണ് കേട്ടോ, സിസ്റ്റമാറ്റിക് ആയിട്ട് കുട്ടികൾ പഠിച്ചതിന്റെ തെളിവാണ് നമ്മുടെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ റിസൾട്ട് ഒരു പേജിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളതാണ്. എന്നിരുന്നാലും മാക്സിമം കുട്ടികളെ ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത തവണ ഇതിലൊരാൾ നിങ്ങളാകണം. അപ്പൊ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നിങ്ങൾ പഠനവും ആരംഭിക്കാവൂ കേട്ടോ. അപ്പൊ 90 ഡേയ്സിന്റെ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാം സെറ്റ് എക്സാമിന് ഏകദേശം 10-18 മാർക്കോളം എന്തിന് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സിന് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതി നോക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. അതിൽ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും, ഡെയിലി ഫ്രീ ക്യൂസ്, കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PDF ഫയൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതിൻ്റെ റാങ്കിൻ്റെയും പെർഫോമൻസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പഠിക്കാനൊരു ഊർജവും കൂടെ കിട്ടും അല്ലേ. നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എത്രയും വേഗം പഠിച്ചു തുടങ്ങുക. ഇനി ഫ്രീ ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം. താങ്ക്